കിടക്കുന്ന നാട്ടിൽ മനുഷ്യരില്ലാതെ, ചെടികളില്ലാതെ, വെള്ളമില്ലാതെ വിജനമായി നിൽക്കുമ്പോ, കഅബാലയത്തിന്റെ അടിത്തറ പോലും കാണാതെ മണൽ മൂടിക്കിടക്കുമ്പോ, ഹാജർ ബീവി റളിയല്ലാഹു അൻഹ എന്ന ഈജിപ്തുകാരിയായ സുന്ദരിയാണ്, മിസ്രി പെണ്ണാണ് മഹദിയായ ഹാജർ റളിയല്ലാഹു അൻഹ, അതിസുന്ദരിയായ മഹദി. ആ മഹദിയെയും പിഞ്ചുമോൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെയും അങ്ങ് ഈജിപ്തിൽ നിന്ന് ഫലസ്തീനിൽ താമസമാക്കി, ഫലസ്തീനിൽ നിന്ന് ഏകദേശം ഒരു 1500ഓളം കിലോമീറ്റർ യാത്ര ചെയ്തുകൊണ്ട് മക്കയിൽ കൊണ്ടാക്കി തിരിച്ചു പോകുമ്പോഴാണ് ആ പ്രിയപ്പെട്ട സഹോദരി മഹദിയായ ഹാജർ റളിയല്ലാഹു അൻഹാ തന്റെ വന്യവയോധികനായ ഭർത്താവിനോട് ചോദിച്ചത്, യാ ഇബ്രാഹീം അല്ലാഹു അമറക ബിഹാദാ, ഇബ്രാഹിം നബിയെ, അല്ലാഹു നിങ്ങളോട് പറഞ്ഞതാണോ ഞങ്ങളെ ഇവിടെ ഇട്ടേച്ചു പോകാൻ? അതിന് മറുപടി നൽകിയത് തലകൊണ്ടൊന്ന് അട്ടിക്കൊടുക്കുകയാണ് ചെയ്തത്. അതെ എന്നർത്ഥത്തിൽ മഹദി പറഞ്ഞു, ഇത് അല്ലാഹു നിങ്ങളോട് പറഞ്ഞതാണെങ്കിൽ ഇദൻ ലൻ യുളയ്യഅനാ, അല്ലാഹു ഞങ്ങളെ കൈവെടിയുകയില്ല എന്ന് അല്ലാഹുവിൽ തവക്കുൽ ചെയ്ത പെണ്ണാണ് ഹാജർ ബീവി റളിയല്ലാഹു അൻഹ. നിങ്ങൾ അല്ലാഹുവിനെ 5 വക്ത് നിസ്കരിക്കുകയും നാവ് സൂക്ഷിക്കുകയും ശരീരം സൂക്ഷിക്കുകയും ചെയ്യുന്ന പെണ്ണാണെങ്കിൽ, നിങ്ങളുടെ ഭർത്താവിന് ജോലി നഷ്ടപ്പെട്ടു എന്നിരിക്കട്ടെ, കച്ചവടം നഷ്ടമായി എന്നിരിക്കട്ടെ, കടങ്ങൾ കുമിഞ്ഞുകൂടി എന്നിരിക്കട്ടെ, ഇദൻ ലൻ യുളയ്യഅനാ, അല്ലാഹു നമ്മളെ കൈവെടിയുകയില്ല, അല്ലാഹു നമ്മളെ കൈയൊഴിയുകയില്ല എന്ന് ഭർത്താവിന് ആത്മധൈര്യം കൊടുക്കാൻ പെങ്ങളെ, സഹോദരി, നിങ്ങളെ കൊണ്ട് കഴിയാറുണ്ടോ? നമ്മുടെ മുൻഗാമികളായ സഹോദരിമാരെ ചരിത്രം എടുത്തു പറയുന്നൊരു യാഥാർത്ഥ്യമുണ്ട്. ഭർത്താക്കന്മാർ ജോലിക്ക് പോകുമ്പോ, അവരെ വാതിലിക്കൽ വന്ന് യാത്ര അയക്കുമ്പോൾ, ഭർത്താവ് പോയി കഴിഞ്ഞതിന് ശേഷമേ വാതിലടക്കാവൂ എന്ന മര്യാദ ഞാൻ ചേർത്തു പറയട്ടെ. ആ വാതിൽക്കൽ നിന്ന് ഭർത്താവിനോട് യാത്ര പറയുമ്പോ, ജോലിക്ക് പറഞ്ഞേക്കുമ്പോ, അല്ലെങ്കിൽ ഇവിടെ ഗൾഫിലേക്ക് പോവുകയാണെന്ന് സങ്കല്പിച്ചോളൂ, ജോലിക്ക് പോവുകയാണെന്ന് കരുതിക്കോളൂ, കൂലിപ്പണിക്ക് പോവുകയാണെന്നിരിക്കട്ടെ, അന്നത്തെ പെണ്ണുങ്ങൾ ഭർത്താക്കന്മാരോട് പറഞ്ഞിരുന്ന വാക്ക്, എന്റെ ഭർത്താവേ, ഇന്നാ നസ്ബിറു അലൽ ജൂഅ് വലാ നസ്ബിറു അലന്നാർ, ഭർത്താവേ, ഇന്ന് നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണം കൊണ്ടുവരാനാ നിങ്ങൾ പോകുന്നത്, നാളത്തേക്കുള്ള വസ്ത്രം വാങ്ങിക്കാനാ നിങ്ങൾ പോകുന്നത്, വീടുണ്ടാക്കാനാ നിങ്ങൾ പോകുന്നത്, മക്കളെ കെട്ടിക്കാനാ പോകുന്നത്, ഇതൊക്കെ എനിക്കറിയാം. ഞങ്ങൾ പട്ടിണി കിടക്കാൻ ഒരുക്കമാണ്, പട്ടിണി ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയും, എന്നാൽ നാളത്തെ നരകം സഹിക്കാൻ കഴിയില്ല കേട്ടോ, നിങ്ങൾ മറക്കരുതേ എന്ന് തൻ്റെ ഭർത്താവിനോട് ഹലാലായ സമ്പാദ്യം മാത്രം കൊണ്ടുവന്നാൽ മതി. ഒരാളെയും വഞ്ചിക്കുന്നത്, കളവ് പറഞ്ഞിട്ട്, നുണ പറഞ്ഞിട്ട്, മോഷണം ചെയ്തിട്ട് ഒന്നും കൊണ്ടുവരല്ലേ. അത് കഴിഞ്ഞാൽ നരകമാണെങ്കിൽ ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നരകത്തിന്റെ ഭക്ഷണവുമായി വരരുതേ, നരകത്തിന്റെ സമ്പാദ്യം ഞങ്ങൾക്ക് തരരുതേ, ഞങ്ങൾ പട്ടിണി കിടന്ന് മരിച്ചോളാം, ഞങ്ങൾക്ക് പ്രശ്നമല്ല, നിങ്ങൾ ഹറാമിന്റെ സമ്പാദ്യം കൊണ്ടുവരരുതേ എന്ന് ഭർത്താക്കന്മാരോട് പറഞ്ഞിരുന്ന പെണ്ണുങ്ങൾ. ആ ഒരു സംസ്കാരത്തിലേക്ക്, ആ ഒരു നല്ല മൂല്യത്തിലേക്ക് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അയൽപക്കത്തെ പെണ്ണിന് ആഭരണങ്ങൾ ഏറെ വാങ്ങിക്കുമ്പോ, ഇപ്പുറത്തെ വീടിന്റെ വലിപ്പൊന്ന് കൂടുമ്പോ, എന്ത് തന്നെയാണെങ്കിലും അങ്ങനെ പറയാം, എങ്ങനെയാണെങ്കിലും നമ്മുടെ വീടൊന്ന് വലുതാക്കണം, എങ്ങനെയാണെങ്കിലും എനിക്കിന്നത് വേണം, എവിടുന്ന് ഞാൻ തരാം, ലോൺ എടുക്കിൻ, ഇത്ര എളുപ്പം പറയാനല്ലേ, പച്ചയായ പലിശ കൊടുക്കാൻ വേണ്ടി നമ്മുടെ വീടിന്റെ ആധാരങ്ങളും വീടിന്റെ രേഖകളും പലിശ ബാങ്കുകളിൽ കിടക്കാത്ത എത്ര വീടുകൾ നമ്മുടെ കുടുംബങ്ങളിലുണ്ടെന്ന് നിങ്ങൾ ചോദിക്കും. ഈ ഇരിക്കുന്ന സദസ്സ്, നിങ്ങൾക്ക് പരിചയമുള്ള ആളുകൾ, നിങ്ങളുടെ വീടുകൾ നിങ്ങളൊന്ന് പറയിൻ. പലിശയുടെ ബന്ധമില്ലാത്ത എത്ര വീടുകൾ നമ്മുടെ മഹല്ലിലുണ്ട്? നിസ്സാരമായിട്ടല്ലേ നമ്മൾ കാണുന്നത്? നിസ്സാരമായിട്ട്. അള്ളാഹു പറയുന്നത്, നിങ്ങൾ എന്നോട് യുദ്ധം ചെയ്യാൻ വരികയാണ് ചെയ്യുന്നത്, മനുഷ്യന്മാരെ പലിശ തീറ്റിക്കുന്നതും അവർക്ക് പലിശ കൊടുക്കുന്നതും എനിക്കിഷ്ടമല്ല എന്ന് അള്ളാഹുവിൻ്റെ ഒരു സംവിധാനത്തെ നിസ്സാരമായി കാണുന്ന നമ്മളെ അള്ളാഹു കാക്കാൻ വരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അള്ളാഹുവിൻ്റെ സഹായം ഈ ഉമ്മത്തിന് കിട്ടുമെന്ന് വല്ല ഉറപ്പ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ?
നമ്മൾ അള്ളാഹുവിനോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണെങ്കിൽ നമ്മളോട് യുദ്ധം പ്രഖ്യാപിച്ചവരോട് അള്ളാഹു എന്ത് സംരക്ഷണം തീർക്കാനാ നമുക്ക്? അതുകൊണ്ട് ഇന്നാ നസ്ബിറു അലൽ ജൂഅ് വലാ നസ്ബിറു അലൻ നാർ. നരകം ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല, ഞങ്ങൾ പട്ടിണി സഹിച്ചോളാം എന്ന് പറഞ്ഞ നമ്മുടെ മുൻഗാമികളായ മഹദിമാരുടെ ആ ഒരു ചിന്തകളിലേക്ക് നമ്മുടെ വീടുകൾ ഉണരട്ടെ. അള്ളാഹു നമുക്ക് ഹലാല് കൊണ്ട് ഐശ്വര്യം തരട്ടെ. നമ്മളൊക്കെ കടമുള്ളവരാ, വിഷമങ്ങളുള്ളവരാണ്. പക്ഷേ ആ ഒരു കടം മറികടക്കാൻ, നമ്മുടെ വിഷമം മറികടക്കാൻ അള്ളാഹു ഹലാലാക്കിയതല്ലാത്ത ഹറാമിന്റെ ഒരു മാർഗങ്ങളിലേക്കും പോകില്ല എന്ന് നിങ്ങൾ ഖൽബ് കൊണ്ട് അസീമത്ത് ചെയ്തിട്ടുണ്ടോ? ഖൽബ് കൊണ്ട് തീരുമാനമെടുത്തിട്ടുണ്ടോ? നിങ്ങൾക്ക് അള്ളാന്റെ സഹായം വന്നിരിക്കും. അത് അനുഭവമാണ്. അതല്ല കുടുങ്ങാണെങ്കിൽ ഞാൻ കൊണ്ടുപോയി ആധാരം പണയം വെക്കും എന്നെങ്ങാനും കൽബിന്റെ ഒരു മൂലയിൽ നിങ്ങൾക്ക് ചിന്തയുണ്ടായിരുന്നോ, നിങ്ങൾ പണയം വെച്ചിരിക്കും. എന്തുകൊണ്ട്? ഹൃദയത്തിന്റെ ഉള്ളിൽ ആ ഒരു തിന്മയെ നിങ്ങൾ താലോലിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അല്ലാഹു ഫസനുയസ്സിറുഹു ലിൽ ഉസ്റാ, ആ തിന്മയുടെ മാർഗത്തിലേക്കാണ് നിങ്ങളെ ഗൈഡ് ചെയ്യുക, നിങ്ങൾ അങ്ങോട്ടാണ് എത്തിപ്പെടുക. എന്നാൽ റബ്ബേ, എന്ത് പ്രതിസന്ധി എന്റെ മുമ്പിൽ വന്നാലും നിനക്കരുതാത്ത ഒരു വഴിയിലൂടെ, നിനക്കിഷ്ടമില്ലാത്ത പലിശയുടെ ഏർപ്പാടിലൂടെ ഞാൻ പോകില്ല റബ്ബേ. എന്റെ വീട് ചോർന്നൊലിച്ചാൽ പോലും, കുടചൂടിയിരുന്നാൽ തന്നെയും ഈ പണി പൂർത്തിയാക്കാൻ ഞാൻ ബാങ്ക് പലിശ എടുത്ത് പലിശക്ക് എടുത്തിട്ട് ഞാനിത് ചെയ്യില്ല റബ്ബേ എന്ന് ശപഥം നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലാഹു നിങ്ങളുടെ മുമ്പിലേക്ക് ലറസഖഹും കമാ യർസുഖുത് ത്വയ്ർ, പക്ഷികൾക്ക് അല്ലാഹു ഭക്ഷണം കൊടുക്കുന്ന പോലെ ആരാരും അറിയാതെ, നിങ്ങൾ പോലും വിചാരിക്കാത്ത വഴിയിലൂടെ അല്ലാഹു നിങ്ങൾക്ക് റിസ്ഖ് തന്നിരിക്കും. ഇത് നുണ പറയാത്ത സ്വാദിഖും മസ്ദൂഖുമായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പഠിപ്പിച്ചത്. അതിൽ തെറ്റുപറ്റില്ല. അത് സത്യമാണ്. അത് സത്യമായി പുലർന്നതാണ്, പുലർന്നുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങളാണത്. അതുകൊണ്ട് മുഅ്മിനെ, ഹജ്ജ് എന്ന് പറയുന്നത് അള്ളാഹുവിനുള്ള പരമമായ അനുസരണയാണ്. എന്തിന് 7 തവണ ചുറ്റുന്നു? എന്തിന് 7 തവണ നടക്കുന്നു? എന്തിന് അറഫ? എന്തിന് മുസ്ദലിഫ? അള്ളാഹു പറഞ്ഞു, ഹബീബ് പറഞ്ഞു, അതുകൊണ്ട് ഞാനത് ചെയ്യുന്നു റബ്ബേ. അതിന്റെ യുക്തിയോ അത് എന്തിന് എന്ന വൈ എന്ന ചോദ്യത്തിനോ എനിക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിലും ഇത് അല്ലാഹു പറഞ്ഞതാണ്, എൻ്റെ ഹബീബ് പഠിപ്പിച്ചതാണ്. എന്നാൽ സമിഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിച്ചു. ഇത് പറയുന്നിടത്താണ് ഒരു മുസ്ലിമാകുന്നത്. ഇബാദത്തിന്റെ സയൻസ് പഠിച്ചിട്ടല്ല നമ്മൾ ഇബാദത്ത് ചെയ്യേണ്ടത്. സയൻസ് എന്ത് പറയുന്നു, മെഡിസിൻ എന്ത് പറയുന്നു, ഇതൊന്നും നമുക്ക് വിഷയമല്ല. നമ്മുടെ വിഷയം ഖാല അല്ലാഹു വഖാല റസൂലുള്ളാഹ്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. പിന്നെ സയൻസ് പറയാതിരിക്കേ, കണ്ടുപിടിക്കേ, പിടിക്കാതിരിക്കേ, എന്തോ ആവട്ടെ, നമ്മൾ അനുസരിക്കുന്നത് അള്ളാഹുവിന്റെ അവാമിറിനാണ്, അള്ളാഹുവിന്റെ കൽപ്പനകൾക്കാണ് നമ്മൾ അനുസരിക്കുന്നത്. അതല്ലേ ഇസ്ലാം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ നമ്മുടെ മസ്ലഹത്തിന് പോകാന്നല്ലേ പറയാം. നമുക്ക് സൗകര്യമുള്ള കാര്യങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ ചെയ്യുന്നു, നമുക്ക് തിരിയാത്ത നമ്മൾ ചെയ്യുന്നില്ല. അള്ളാഹിനനുസരിച്ചു എന്ന് പറയാൻ പറ്റൂല. ഹജ്ജ് പഠിപ്പിക്കുന്നത് അതാണ്. എന്തിന് തവാഫ്, എന്തിന് സഈ, എന്തിന് മിന, എന്തിന് മുസ്ദലിഫ, എന്തിന് അറഫ. ഖാല അല്ലാഹു വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കഴിഞ്ഞു. നമ്മളതനുസരിക്കുകയാണ്. എഴുന്നേറ്റുന്ന സ്വലാത്ത് ചൊല്ലിയിരിക്കുക. ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. صلوا اللهم صل على محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ആൾക്കാർക്ക് കുടിക്കാനുള്ള വെള്ളം ഉണ്ടോ? അവിടെ വെള്ളത്തിൻ്റെ ഇത് കണ്ടല്ലേ, കുടിക്കാനുള്ളതാ. നമ്മൾ വണ്ടീസിനോടൊന്ന് ഒരു കപ്പ് ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞേക്കാം. ആൾക്കാർക്ക് എണീറ്റ് അല്ലേ, ചൂടുള്ളതല്ലേ. പെണ്ണും കുട്ടികളൊക്കെ ഉണ്ടാവും, അവർക്കൊക്കെ ദാഹിക്കുണ്ടാവും ഇതല്ലേ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. ഇരിക്കും ജസാക്കുമുല്ലാഹ് ഖൈർ. നമ്മൾ പ്രസംഗം തുടങ്ങിയിട്ട് 1.5 മണിക്കൂറായി. 1.5 മണിക്കൂർ കഴിഞ്ഞു ശരിക്കും.
ഇൻഷാ അല്ലാഹ്. പിന്നെ അധികം വൈകൂല, 12 മണിയാകുമ്പോൾ നമ്മൾ ക്ലോസ് ചെയ്തിരിക്കും ഇൻഷാ അല്ലാഹ്. നാളെ സിറാജുദ്ദീൻ ഖാസിമി പത്തനാപുരം ഉസ്താദ് അവറുകളാണ് പ്രസംഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ നമ്മുടെ സംഘാടകർ ഒരു ചെറിയ കവർ വിതരണം ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹിഫ്ദുൽ ഖുർആനിനും ഇനി വരാൻ പോകുന്ന മഹ്ദിയ സ്ഥാപനത്തിനൊക്കെയുള്ള നമ്മുടെ ആവശ്യങ്ങളിലേക്ക് വലിയൊരു തുക നമുക്ക് വേണം ഇൻഷാ അല്ലാഹ്. ഈ പരിപാടിയുടെ ചെലവിലേക്കൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ നാളെ വരുമ്പോൾ നല്ല ഒരു സ്വതക്ക ഹദിയയായി നിങ്ങൾ കൊണ്ടുവരണം എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലം ഹജ്ജ് നടക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഒരു മനുഷ്യനെ കാണാൻ വേണ്ടി ഹജ്ജിൽ കാത്തിരിക്കുകയായിരുന്നു. ഇദാ ജാഅഹു അംദാദുൽ യമൻ, യമനിലെ ഹജ്ജിന്റെ ഖാഫില മക്കയിലേക്ക് ഇങ്ങനെ വരുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അവരോട് പറയും, എനിക്ക് നിങ്ങളെ മാത്രം ഒന്ന് കാണേണ്ടതുണ്ട് കേട്ടോ, എന്നെ കാണാതെ നിങ്ങൾ പോകരുത്. അന്ന് ഖലീഫയായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ തങ്ങളുടെ 10 വർഷത്തെ ഭരണം അതിൻ്റെ അവസാനത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഒരു മഹാനായ മനുഷ്യനെ കാണാൻ ഉമർ റളിയല്ലാഹു അൻഹു കണ്ണും നട്ടിരിക്കുകയാണ്. പുണ്യനിബിതങ്ങൾ കണ്ടിട്ടില്ലാത്ത, എന്നാൽ ആ മനുഷ്യനെ കുറിച്ച് നിബിതങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുള്ള, സ്വഹാബികളാരും കണ്ടിട്ടില്ലാത്ത, എന്നാൽ യമനിൽ ജീവിച്ചിരിപ്പുള്ള ഒരു മനുഷ്യൻ. നിബിതങ്ങൾ പറയുമായിരുന്നു, ഉമറേ, സയ്യിദുത് താബിഈൻ ഉവൈസ് ഇബ്നു ആമിർ, താബിഈങ്ങളുടെ നേതാവ്, എൻ്റെ കാലശേഷം, ഞാൻ വഫാത്തായതിനു ശേഷം നിങ്ങൾ കാണുന്ന തലമുറ, സ്വഹാബികൾ കഴിഞ്ഞാൽ പിന്നെ താബിഈകളുടെ നേതാവ് ഉവൈസ് ഇബ്നു ആമിർ എന്ന മനുഷ്യനാണ്. ഉമറേ, ആ മഹാനെ നിങ്ങൾക്ക് കാണാൻ അവസരമുണ്ടായേക്കും. ആ മഹാനെ കണ്ടാൽ ആ മഹാന്റെ കൈപിടിച്ച് പറയണം, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ദുആയിരക്കണേ എന്ന്. ആ മഹാനോട് ദുആയിരപ്പിക്കണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഉസ്താദുമാരെ കാണുമ്പോൾ, സയ്യിദന്മാരെ കാണുമ്പോൾ, മുതഅല്ലിമീങ്ങളെ കാണുമ്പോൾ, ഹാഫിദീങ്ങളെ കാണുമ്പോൾ, ദീനിന്റെ ഖാദിമീങ്ങളെ കാണുമ്പോൾ, പ്രായമായ ആബിദീങ്ങളായ നല്ല മനുഷ്യന്മാരെ കാണുമ്പോൾ കൈപിടിച്ച് പറയൂലേ, ഞങ്ങൾക്ക് വേണ്ടി ദുആയിരക്കണേ, ദുആയിരക്കണേ എന്ന് വസിയത്ത് ചെയ്യൂലേ? ഹജ്ജിന്റെ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞു, യമനികളെ, നിങ്ങളുടെ കൂട്ടത്തിൽ ഉവൈസ് ഉണ്ടെങ്കിൽ ആ ഉവൈസിനോട് എന്നെ വന്ന് കാണാൻ വേണ്ടി പറയണം. എല്ലാവരും വരിൻ, യമനികൾ മുഴുവൻ വരണം, എനിക്ക് ഉവൈസിനെ കാണണം. നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഉവൈസ് ആദ്യത്തെ കൊല്ലൊന്നും കണ്ടില്ല. അവസാനം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന്റെ 2 വർഷം മുമ്പ് മഹാനവറുകൾ അറഫയിൽ വെച്ച് വിളിച്ചു പറഞ്ഞു, യമനികൾ മുഴുവനും ഇവിടെ വരണം. എല്ലാവരും ഉമർ തങ്ങൾ ഖലീഫയാണ്, മുസ്ലിം രാജ്യങ്ങളുടെ ഖലീഫയാണത്. മഹാൻ ചോദിച്ചു അവരോടൊരു ചോദ്യം, അഫീകും ഉവൈസ് ഇബ്നു ആമിർ. ഈ ഹദീസ് സ്വഹീഹ് മുസ്ലിമിലുണ്ട്. നിങ്ങളിൽ ഉവൈസ് ഇബ്നു ആമിർ ഉണ്ടോ? അവർ പറഞ്ഞു, ഉവൈസ് ഇബ്നു ആമിറോ? അത് ഞങ്ങളുടെ ആട്ടിടയന്റെ പേരാണല്ലോ, ഞങ്ങളുടെ ആടുകളെ തുളിച്ചടക്കണ ആളെ പേരാണ്. മൂപ്പരാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു. അതെ അതെ അതെ, ഉവൈസ് ഇബ്നു ആമിർ. അതാരാണെങ്കിലും അയാൾ അങ്ങോട്ട് കൊണ്ടുവരുന്നു പറഞ്ഞു. വേറെ ഉവൈസുകളൊക്കെ ഉണ്ട്, അവർ ഉവൈസ് ഇബ്നു ആമിർ, ആമിറിന്റെ മകൻ ഉവൈസ്. അപ്പൊ കൊണ്ടുവന്നു. ആട്ടിടേന, ഒരു മെലിഞ്ഞ പാവ മനുഷ്യൻ, യമനെന്ന് വന്നതാ, മക്കയിലേക്ക് ഹജ്ജിന് വന്നതാ. ഉമർ തങ്ങൾ മഹാനെ മുമ്പിൽ നിർത്തി. ഇപ്പൊ ജനങ്ങളൊക്കെ ഇങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കുക, നമ്മുടെ ആട്ടിടയൻ ഇത്ര വലിയ VIP എന്ന് നമ്മൾ അറിഞ്ഞില്ലല്ലോ. അൻത ഉവൈസ് ഇബ്നു ആമിർ, നിങ്ങളുടെ പേര് ഉവൈസ് ഇബ്നു ആമിർ എന്നാണോ? ഇൻട്രോഗേഷൻ നടക്കുക. നഅം, അതെ അതെ അതെ, ഞാൻ ഉവൈസ് ഇബ്നു ആമിറാണ്. മിൻ മുറാദിൻ മിൻ ഖർനിൻ, യമനിലെ ഖർന് എന്ന വലിയ ഖബീലയിലെ മുറാദ് എന്ന ചെറിയ ഖബീലയിൽപ്പെട്ട ആളാണോ നിങ്ങൾ? നഅം, അതെ. കാന ബിക ബറസുൻ ഫബരിഅത മിൻഹു ഇല്ലാ മൗളിഅ ദിർഹമിൻ,
നിങ്ങളുടെ ശരീരത്തിൽ വെള്ളപ്പാണ്ട് രോഗമുണ്ടായിരുന്നില്ലേ? അതെ. അത് മാറിയില്ലേ? അതെ. ഒരു നാണയത്തിന്റെ അത്ര നിങ്ങളുടെ ശരീരത്തിൽ എവിടെയോ ബാക്കിയുണ്ടല്ലേ മാറാത്തത്? ഉണ്ട് 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 ഉണ്ട്, എന്റെ വയറ്റത്ത്. കാണിച്ചു കൊടുത്തു. ലക ഉമ്മുൻ അൻത ബിഹാ ബർറുൻ, നിങ്ങളുടെ ഉമ്മയെ നിങ്ങൾ നന്നായി നോക്കുന്ന ആളല്ലയോ? നിങ്ങളുടെ ഉമ്മാക്ക് നിങ്ങൾ ധാരാളം ഖിദ്മത്ത് ചെയ്യുന്ന ആളല്ലേ? എപ്പോഴും ഉമ്മ 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 തന്നെ ചിന്ത, ഉമ്മാനെ വിട്ടു പോവില്ല. അങ്ങനത്തെ ആളല്ലേ നിങ്ങൾ? നഅം. ആൾക്കാരൊക്കെ പറയും, ഇതെന്താ കഥ? ഈ മനുഷ്യനെ നമ്മൾ ആട്ടിടയനായി കൂലിക്ക് കൊണ്ടുവന്ന ഈ മഹാൻ ഉമർ എന്നവരാ ചോദിക്കുന്നു, കാണാതെ. ആ ചോദിച്ച ചോദ്യമൊക്കെ ഇദ്ദേഹത്തിൽ ഉണ്ട് താനും. ഉമർ തങ്ങൾ പറഞ്ഞു, സമിഅ്തു റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂല് ഞങ്ങളോട് പറഞ്ഞു. ഈ ഹദീസ് സ്വഹീഹ് മുസ്ലിമിൽ ഉമർ എന്നവരുടെ റിവായത്തുണ്ട്. പുണ്യനബി ഞങ്ങളോട് പറഞ്ഞു, യഅതീകും ഉവൈസ് ഇബ്നു ആമിർ, ഉവൈസ് ഇബ്നു ആമിർ നിങ്ങളുടെ അരികത്തേക്ക് വരാനിടയുണ്ട്. മിൻ മുറാദിൻ മിൻ ഖർനിൻ, ഖർനിലെ മുറാദ് ഉപകബീലയിൽ നിന്ന് വരുന്ന ഉവൈസ്. കാന ബിഹി ബറസുൻ ഫബരിഅ മിൻഹു ഇല്ലാ മൗളിഅ ദിർഹമിൻ, വെള്ളപ്പാണ്ട് രോഗമുണ്ടായിരുന്നു ശരീരത്തിൽ, അതൊക്കെ മാറിയിട്ടുണ്ട്. ഒരൽപ്പം സ്ഥലം, ഒരു നാണയത്തിന്റെ ഒരു വട്ടം എവിടെയോ ബാക്കിയുണ്ട്. അങ്ങനത്തെ ഒരാൾ. കാന ലഹു ഉമ്മുൻ ഹുവ ബിഹാ ബർ, ഉമ്മാക്ക് സേവനം ചെയ്യുന്ന ഒരു നല്ല മനുഷ്യനാണ് അയാൾ. അദ്ദേഹമാണ് താബിഈങ്ങളുടെ നേതാവ് എന്ന് പറഞ്ഞ സ്വഹാബിയല്ല. സ്വഹാബിമാരെ പോലെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിപ്പുണ്ട് യമനിൽ. എന്നാൽ സ്വഹാബി ആവണമെങ്കിൽ ഹബീബായ നബിയുടെ സദസ്സിൽ വന്നിരിക്കണം ഒരു സെക്കൻഡെങ്കിലും, അപ്പോഴേ സ്വഹാബി ആവുള്ളൂ. മൻ സ്വഹിബ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുഅ്മിനൻ വലൗ ലഹ്ളതൻ, ഒരു സെക്കൻഡെങ്കിലും മുഅ്മിനായി ഹബീബിന്റെ കൂടെ ഇരിക്കണം. കാണണം എന്ന് നിർബന്ധമല്ല സ്വഹാബിയാവാൻ, നബിയെ കാണുന്ന നിർബന്ധമല്ല, സദസ്സിലിരുന്നാൽ മതി. കാരണം കണ്ണ് കാണാത്ത സ്വഹാബികളുണ്ട് നബിക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യനബി ഞങ്ങളോട് പറഞ്ഞു, ഈ ലക്ഷണമൊത്ത മനുഷ്യനെ നിങ്ങൾ കണ്ടാൽ ഉമറേ, നിങ്ങൾ അദ്ദേഹത്തോട് ഇസ്തിഗ്ഫാർ ചെയ്യാൻ പറയണം. ഉമറേ, നിങ്ങൾക്ക് വേണ്ടി അള്ളാഹിനോട് പൊറുക്കലിനെ ചോദിക്കാൻ വേണ്ടി പറയണം. കാരണം അദ്ദേഹം ദുആക്ക് ഉത്തരമുള്ള മഹാനാണ്. ഈ മനുഷ്യനെ നബി തങ്ങൾ കണ്ടിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 2 കൊല്ലം കാത്തു നിന്നു, കാണാൻ പറ്റാതെ മരിച്ചു റളിയല്ലാഹു അൻഹു. ഉമർ തങ്ങൾ കാണുന്നത് അവസാന കാലം. മഹാനായ ഉമർ എന്നവരിത് പറഞ്ഞപ്പോഴാണ് യമനിലെ ആളുകൾ തന്നെ അന്തം വിട്ടുപോയത്. പടച്ചോനെ, ഇത്ര വലിയ മഹാനെയാണോ നമ്മള് കൂലിക്ക് ആട്ടിടയനായി ഇവിടെ കൊണ്ടുവന്നത്? നമ്മൾ അറിഞ്ഞില്ലല്ലോ ഉവൈസ് ഇബ്നു ആമിർ എന്നവര് ഇത്ര വലിയ മഹാനാണെന്ന് അറിഞ്ഞില്ലല്ലോ. ഉമർ എന്നവരെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉവൈസ് ഇബ്നു ആമിർ, ഇസ്തഗ്ഫിരില്ലാഹ ലീ, എനിക്ക് വേണ്ടി അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കണേ. ഹജ്ജിന് ഒരു സ്വഹാബി, തന്നെക്കാളും സ്ഥാനം കുറഞ്ഞ ആളാ താബിഈ. ആ താബിഈനോടാ ദ്വാരിപ്പിക്കുന്നത്. പുണ്യനബി തങ്ങൾ പറഞ്ഞതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉമറേ, സ്വഹാബികളെ, ആ മഹാനെ കാണാൻ ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾ ആ മഹാനോട് ദ്വാരിപ്പിക്കണം. അതുകൊണ്ടാണ് നമ്മൾ അഹ്ലുസുന്നയുടെ ആളുകൾ കാണുന്നവരോടൊക്കെ ദ്വാരക്കണേ എന്ന് പറയുന്നത്. ചെറിയവരോടും വലിയവരോടും പരിചയമുള്ളവരോടും ഇല്ലാത്തവരോടും. ആരാണ് ഖൈറെന്ന് അല്ലാഹുവിനെ അറിയും. അല്ലാഹു യഅലമു ത്വാലിഹ വസ്സാലിഹ്. സജ്ജനങ്ങൾ ആരാ, അല്ലാത്തവരാരാ എന്ന് അല്ലാഹുവിനെ തീരുമാനിക്കാൻ പറ്റും. നമ്മളാർക്കും പറയാൻ പറ്റൂല. നമ്മുടെ ആരുടെയും അവകാശവാദങ്ങളല്ല അല്ലാഹു നോക്കുക. അല്ലാഹുവിന് ചില മിഖ്യാസുകളുണ്ട്, അല്ലാഹുവിന് ചില രീതികളുണ്ട്. ആരാണ് സ്വാലിഹ്, മുഅ്മിനായ മനുഷ്യനാണോ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞേക്കണം. സ്വഹാബികളൊക്കെ വന്നു, എല്ലാവരും ആ മഹാനെ കെട്ടിപ്പിടിച്ചു, എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്തു. ഉവൈസ് ഇബ്നു ആമിർ എന്നവർ, അല്ലാഹുമ്മഗ്ഫിർ ലി ഉമർ, അല്ലാഹുവേ ഉമറിന് പുറത്തു കൊടുക്കണേ. അല്ലാഹുമ്മഗ്ഫിർ ലിൽ ജംഅ, ഇവിടെ വന്ന് ഹജ്ജിന് വന്ന എല്ലാവർക്കും പുറത്തു കൊടുക്കണേ. ഉവൈസ് ഇബ്നു ആമിർ എന്നവർ ദുആ ഇരക്കാണ്. ഒരു പാവം മനുഷ്യൻ.
رب أشعث أغبر رب أشعث أغبر مدفوع بالأبواب ذي طمرين لو أقسم على الله لأبره. അള്ളാഹുവിൻ്റെ ചില ഇഷ്ടദാസന്മാരെ കുറിച്ച് പുണ്യനബി തങ്ങൾ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, റുബ്ബ അശ്അഥ അഗ്ബറ, എത്രയോ പൊടിപുരണ്ട് നടക്കുന്ന മനുഷ്യന്മാർ, മുഅ്മിനീങ്ങളായ സ്വാലിഹീങ്ങൾ. കുളിക്കാൻ അവർക്ക് പറ്റൂല, അവർക്കറിയില്ല, അവരാ ചിന്തയിലൊന്നുമല്ല, പൊടി പിടിച്ച് നടക്കുകയാണ്. അശ്അഥ അഗ്ബറ, ശരീരം മണ്ണുള്ള ഡ്രസ്സ്, ചളി പിടിച്ച ഡ്രസ്സ്. എന്നാൽ നജസല്ല. മണ്ണ് നജസല്ലല്ലോ. മണ്ണ് നജസുണ്ടെങ്കിലല്ലേ നജസാവുള്ളൂ. വെറും മണ്ണ്, പൊടി നിസ്കരിക്കാൻ പറ്റൂ. പൊടി പിടിച്ച് നടക്കുന്ന, മുടി വെട്ടിയിട്ടില്ലാത്ത എത്രയോ പാവങ്ങളുണ്ട്. കാല് നമ്മൾ ഉരസുന്ന ചവിട്ടി പോലെയുള്ള സാധനം പുതപ്പായി വസ്ത്രമായി ധരിച്ചു നടക്കുന്ന എത്രയോ നല്ല മനുഷ്യന്മാർ. മദ്ഫൂഇൻ ബിൽ അബ്വാബ്, ആരുടെയെങ്കിലും വീട്ടുമുറ്റത്തേക്ക് കയറാൻ നിൽക്കുമ്പോഴേക്കും പൊയ്ക്കോളൂ, ഇവിടെ ആരുമില്ല എന്ന് പറഞ്ഞ്, ഭ്രാന്തനാണെന്ന് പറഞ്ഞ് നിങ്ങൾ ഇറക്കി വിടുന്ന എത്രയോ ആളുകൾ. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ അക്കൂട്ടത്തിലുണ്ടാകും, പേടിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മിൻഹും ബറാഉ ഇബ്നു മാലിക്, അതിൽപ്പെട്ട ആളാണ് ബറാഉ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. ബറാഉ ഇബ്നു മാലിക് എന്ന സ്വഹാബി അങ്ങനെയായിരുന്നു. കണ്ടാൽ ആരും വില മതിക്കൂല, മെലിഞ്ഞ ഒരു പാവമായിരുന്നു. ഖാദിസിയ്യ യുദ്ധം നടക്കുമ്പോൾ ആ യുദ്ധത്തിന്റെ ഖായിദാണ്, നേതാവാണ് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. മുസ്തജാബു ദഅവ, ദുആക്ക് ഉത്തരമുള്ള സ്വഹാബിയാണ് സഅദ് റളിയല്ലാഹു അൻഹു. യാ റസൂലല്ലാഹി ഉദ്ഉല്ലാഹ അൻ യജ്അലനി മുസ്തജാബ ദഅവ, നബിയെ എന്റെ ദുആയിന് ഉത്തരമുണ്ടാവാൻ അങ്ങ് എനിക്ക് വേണ്ടി ദുആ ഇറക്കണേ എന്ന് നബിയോട് ചോദിച്ച സ്വഹാബിയാണ് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. നബി ദുആ ഇറന്നു കൊടുത്തതാണ്, അല്ലാഹുമ്മ ജഅൽഹു മുസ്തജാബത. പിന്നെ പറഞ്ഞു, അത്തിബ് മത്അമക യാ സഅദ് തകുൻ മുസ്തജാബ ദഅവ. സഅദേ, കഴിക്കുന്ന ഭക്ഷണം ഹലാൽ മാത്രമാവണേ, ഹറാം ഒന്നും വായിലേക്ക് പോകരുതേ. എന്റെ ചെറുപ്പക്കാരെ, കുട്ടികളെ, വിദ്യാർത്ഥിനികളെ, ഒരു മയക്കുമരുന്നോ ലഹരിയോ നമ്മുടെ വായിലോ ദേഹത്തിലോ ബ്ലഡിലോ കലർന്നു കഴിഞ്ഞാൽ ഈ ശുദ്ധി നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ശുദ്ധി നഷ്ടപ്പെട്ടു കഴിഞ്ഞു. തൗബ ചെയ്യാൻ അല്ലാഹു തൗബ സ്വീകരിക്കും. പക്ഷെ ആ പ്യൂരിറ്റി അവിടെ കിട്ടുമോ? കിട്ടൂല. ഗസാലി ഇമാം പറയും, കറ പിടിച്ച കണ്ണാടിയും കറ പിടിക്കാത്ത കണ്ണാടിയും ഒരുപോലെയാണോ? അല്ല. കറ പിടിച്ചത്, ആ കറ നമുക്ക് മായ്ച്ചു കളയാൻ പറ്റിയേക്കാം. പക്ഷേ ഒരിക്കലും കറ പിടിക്കാത്ത ഫ്രഷ്, അങ്ങനത്തെ ഒരു ഹൃദയവും കറ പിടിച്ച് കഴുകി നന്നാക്കുന്നതും ഒരുപോലെയാണോ? അല്ല. സഅദേ, നിങ്ങളുടെ വായിലൂടെ നിങ്ങൾ കഴിക്കുന്ന വെള്ളവും ഭക്ഷണവും അത് ഹലാല് മാത്രമാവണമേ. നിങ്ങൾക്ക് ദുആക്ക് ഉത്തരം കിട്ടും. ചോദിച്ചാൽ ഉത്തരം കൺമുമ്പിൽ നടക്കുന്നത് കാണാൻ കഴിയും. ഞാനീ പറയുന്നത് വെറുതെ അവകാശവാദം പറയാന്നല്ല, നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. ഇപ്പോ ഞാൻ ഈ വാഴ് പറയുമ്പോൾ ഒരു 15 വയസ്സ് 14 വയസ്സൊക്കെ ഉള്ള മക്കള് സൂക്ഷിച്ച് ജീവിക്കും, അള്ളാഹുവിനെ ഭയപ്പെട്ട്. നിങ്ങളുടെ നിസ്കാരവും നിങ്ങളുടെ സ്കൂളും നിങ്ങളുടെ മദ്രസയും നിങ്ങളുടെ സുഹൃത്തുക്കളും നിങ്ങളുടെ പരിസരങ്ങളും നിങ്ങൾ കാണുന്നതും നിങ്ങൾ കേൾക്കുന്നതും അള്ളാഹുവിന് ഇഷ്ടമുള്ളത് മാത്രമായിരിക്കട്ടെ. നിങ്ങളുടെ നാവുകളിലൂടെ നിങ്ങൾ ചോദിക്കുന്നതിന് അള്ളാഹു ഉത്തരം നൽകുന്നത് കാണാൻ കഴിയും. ഇത് മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു കാണിച്ചു കൊടുക്കുന്ന വിഷയമാണ്. സഅദ് റളിയല്ലാഹു അൻഹു ഖാദിസിയ്യ യുദ്ധം ഒരു പരാജയത്തിലേക്ക് പോകുമ്പോൾ ആഴ്ചകൾ നീണ്ടുനിന്ന് കിസ്റയുടെ കോട്ടകൾ പിടിച്ചടക്കാൻ വേണ്ടി മുസ്ലിം സൈന്യം റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ത്യാഗം ചെയ്ത് വിജയം കിട്ടാതെ വിജയം വൈകിക്കൊണ്ടിരിക്കുമ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു സ്വഹാബത്തിന്റെ അടിയന്തര മീറ്റിംഗ് വിളിച്ചു. ചരിത്രമാണത്. സഅദ് എന്നവർ ചോദിച്ചു, എന്തേ നമ്മൾ ഈ യുദ്ധം പരാജയപ്പെടാൻ കാരണം? എന്തേ നമുക്ക് വിജയം കിട്ടാത്തത്? ചില സ്വഹാബികൾ പറഞ്ഞു, സഅദ് എന്നവരെ, നമ്മൾ സ്ഥിരം ചെയ്യുന്ന ചില നല്ല കാര്യങ്ങൾ നമ്മൾക്ക് ഈ യുദ്ധമായപ്പോൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതെയോ? അതെന്താ?
നമ്മൾ ബ്രഷ് ചെയ്യുന്നവരാ, മിസ്വാക്ക് ചെയ്യുന്നവരാ അറാക്ക് കൊണ്ട്. ആ അറാക്ക് നമ്മുടെ കയ്യിലൊന്നും ഇല്ല. ഇവിടെ എത്തിയപ്പോ യാത്രയിൽ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ ബറാ ഇബ്നു മാലിക്കിനെ വിളിച്ചിട്ട് ദ്വാരപ്പിക്കണം. യാ അല്ലാഹ്, സ്വഹാബികളുടെ നിർദ്ദേശം 2 വന്നത്. യുദ്ധം വിജയിക്കാൻ പല്ലേക്കണം, ബ്രഷയിൽ സുന്നത്താണ്, മിസ്വാക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. പിന്നെ ബറാ ഇബ്നു മാലിക് എവിടെ എന്ന് ചോദിച്ചു സഅദ് റളിയല്ലാഹു അൻഹു. അപ്പോൾ അതാ വരുന്ന മെലിഞ്ഞൊരു പാവം മനുഷ്യൻ. സഅദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ ബറാ, ഓർമ്മയുണ്ടോ ബറാ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരു ഹദീസ്, റബ്ബ അശ്അസ അഗ്ബറ മദ്ഫൂഇൻ ബിൽ അബ്വാബി ദൂ തുമറൈൻ ലൗ അഖ്സമ അല അല്ലാഹി ലഅബറഹു മിൻഹും ബറാ ഇബ്നു മാലിക്. നിങ്ങളെപ്പറ്റി നബി തങ്ങൾ പറഞ്ഞ ഹദീസ് ഓർമ്മയുണ്ടോ? ഇങ്ങനെ മെലിഞ്ഞൊട്ടിയ അള്ളാഹുവിന്റെ ചില ആളുകൾ, ഒരു കരിമ്പടം പുതച്ച് നടക്കുന്നവര്, അവരിൽ അള്ളാഹുവിന്റെ ഔലിയാക്കളുണ്ട്. അതിൽപ്പെട്ട ആളാണ് ബറാ ഇബ്നു മാലിക് എന്ന്. ബറായെ, നിങ്ങളെ കുറിച്ച് റസൂല് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഇന്നത്തെ ഈ ദിവസം സൂര്യൻ അസ്തമിക്കുമ്പോൾ ഖാദിസിയ യുദ്ധം വിജയിക്കണം. സൂര്യൻ അസ്തമിക്കുമ്പോൾ വിജയിക്കണം. അതുകൊണ്ട് അള്ളാഹുലേക്ക് കയ്യുയർത്തി ദുആ ഇരക്കണേ. അള്ളാഹുവേ, ഞങ്ങൾക്ക് വിജയം വേണമെന്ന് മാത്രമല്ല, സൂര്യൻ അസ്തമിക്കുമ്പോ അങ്ങ് പടിഞ്ഞാറ് സൂര്യൻ അസ്തമിക്കുമ്പോൾ ഇങ്ങ് കിസ്റയുടെ കൊട്ടാരത്തിന്റെ മുകളിൽ അല്ലാഹു അക്ബർ എന്ന അള്ളാഹുവിന്റെ മധുരമായ മൊഴിമുത്തുകൾ അവിടെ മുഴങ്ങണം. സമയം പറഞ്ഞു കൊടുത്തു വിജയത്തിന്റെ. ദ്വാരക്കെന്ന് പറഞ്ഞു, വെറുതെ വിജയം, ഇന്ന് വിജയം കിട്ടണം. ഇന്ന് സൂര്യാസ്തമിക്കുമ്പോ മഹാനവറുകൾ പറഞ്ഞു, ഞാൻ ദുആ ഇരക്കുകയാണ്. ഫഅമ്മിനു, ആമീൻ പറഞ്ഞേക്കണേ. ബറാ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഹബീബിന്റെ സ്വഹാബിയാണ്. ദുആ ചെയ്തു, റബ്ബേ, സഅദ് എന്നവരെന്നോട് പറയുന്നുണ്ട് നിന്നോട് ചോദിക്കാൻ, ഇന്ന് മഗ്രിബാകുമ്പോൾ ഈ ഉമ്മത്തിന് വിജയം വേണം. ഇന്ന് സൂര്യൻ അസ്തമിക്കുമ്പോൾ നിന്റെ ദീനിന്റെ വാക്കുകൾ, വാങ്കിന്റെ വിളിയാളം അവിടെ ഉയരണം. ഇന്ന് മഗ്രിബിന് ഞങ്ങൾക്ക് വിജയം വേണം. അന്ന് മഗ്രിബിന് കിട്ടിയ വിജയമാണ് ഖാദിസിയ യുദ്ധത്തിന്റെ വിജയം. പേർഷ്യയിൽ, ഇറാനിൽ നടന്ന യുദ്ധമാണത്. ഖാദിസിയ ഇറാനിലാണ്. അങ്ങനത്തെ ചില ആളുകളുണ്ടാകും. ഹജ്ജിന് വരുമ്പോഴേ ഇങ്ങനത്തെ ഒരുപാട് ആളുകളുണ്ടാകും. നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത ആളുകൾ. ഫാറൂഖ് റളിയല്ലാഹു അൻഹു മഹാനായ ഉവൈസുൽ ഖർണിയെ കെട്ടിപ്പിടിച്ചു, ദ്വാരപ്പിച്ചു. മഹാൻ ദുആ ചെയ്തു കൊടുത്തു. ഉമർ തങ്ങൾക്കൊരു ജീവിതത്തിന്റെ സാഫല്യമാണ്. കാരണം ഇത്രയും കാലം ഞങ്ങൾ കാത്തിരുന്ന ഒരു മഹാനെ കണ്ടല്ലോ. ഉമർ തങ്ങൾ ചോദിച്ചു, ഉവൈസ്, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? ഞാൻ കൂഫയിലേക്ക് പോവാണ്, ഇറാഖിലേക്ക് പോവാണ്. അവിടെ എൻ്റെ ഗവർണറുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പൈസയോ സൗകര്യങ്ങളോ ഭക്ഷണോ എന്തെങ്കിലും വേണോ? ഞാൻ എഴുതി തരണോ? അക്തുബ് ഇലാ ആമിലി ഫിൽ കൂഫ. എനിക്കൊന്നും വേണ്ട. അകൂനു ഫീ ഗബറാഇൻ നാസി അഹബ്ബു ഇലൈ. ഞാൻ ഇങ്ങനെ ആൾക്കാരുടെ ഇടയിൽ ആരും അറിയാതെ ഇങ്ങനെ ജീവിച്ചു പോയിക്കൊണ്ട് എനിക്കതാണ് ഇഷ്ടം. എന്നെ ആരും അറിയണ്ട, എൻ്റെ പേരും പറയരുത്, എന്നെ ആർക്കും പരിചയപ്പെടുത്തും വേണ്ട, ഞാനിങ്ങനെ ജീവിച്ചു പോയിക്കൊണ്ട് അങ്ങനെ കൂഫയിലേക്ക് പോയതാണ്. പിന്നെ വന്നിട്ടില്ല. പിറ്റത്തെ വർഷം കൂഫയിലെ ഒരു ബിസിനസ്സുകാരൻ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് വന്നു. ഉമർ തങ്ങളുടെ അടുത്ത് വന്നു. ഉമർ തങ്ങൾ ചോദിച്ചു, കൈഫ തറക്ത ഉവൈസ്? ഉവൈസ് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു റളിയല്ലാഹു അൻഹു. പറഞ്ഞു, തറക്തുഹു റസ്സൽ ബൈതി ഖലീലൽ മതാഅ്. ചെറിയ കൂരയിൽ ഒരു മുഷിഞ്ഞ വസ്ത്രം ഇട്ട് അവിടെ ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അതാരാന്നറിയോ? എന്നിട്ട് ഈ ഹദീസ് പറഞ്ഞെടുത്തു. പുണ്യ നബി ഞങ്ങളോട് പറഞ്ഞു, ഇങ്ങനെ അടയാളമുള്ള ഒരാൾ, ആ മനുഷ്യൻ വന്നാൽ ദ്വാരപ്പിക്കണേ. അപ്പോഴാ കച്ചവടക്കാരന്റെ കണ്ണ് തുറന്നത്. അദ്ദേഹം കൂഫയിൽ ഹജ്ജ് കഴിഞ്ഞ് കൂഫയിലെത്തിയ ഉടനെ ഉവൈസുൽ ഖർണി തങ്ങളുടെ വീട് അന്വേഷിച്ചു പോയതാണ്. അപ്പൊ ഉവൈസ് എന്നോട് ചോദിച്ചു, നിങ്ങൾ ഉമർ എന്നവരെ കണ്ടല്ലേ എന്ന് ചോദിച്ചു. ആ കണ്ടു. മനസ്സിലായി, ഉമർ എന്നവർ പറഞ്ഞിട്ടുണ്ടാവുമല്ലേ കഥ എന്ന്. അതെ അതെ അതെ, എനിക്ക് വേണ്ടി ദ്വാരക്കണേ. ഉവൈസ് എന്നവർ ദ്വാരുന്നുണ്ട്. പിന്നെ കൂഫയിൽ നിന്ന് മുങ്ങിയതാണ്. പിന്നെ എവിടെയാണ് മഹാനെന്ന് ആർക്കും അറിയാൻ പറ്റിയിട്ടില്ല. ഉസ്മാൻ എന്നിവർ അന്വേഷിച്ചു കിട്ടിയില്ല. അലിയാർ അന്വേഷിച്ചു, അലി തങ്ങൾ കിട്ടിയിട്ടില്ല. പിന്നെ ആർക്കും അറിയില്ല. ഒമാനിൽ അന്ത്യവിഷമം കൊള്ളുന്നു എന്ന് പറയാറുണ്ട്. ഒമാനിലെ സലാലയിലെ ജബൽ അയ്യൂബിലേക്ക് പോകുന്ന വഴിയിൽ ഇടതുഭാഗത്ത് ഒരു മഖാം, അവിടെയാണ് ഉവൈസുൽ ഖർണി എന്ന്
ചില ഉസ്താദുമാരൊക്കെ പറയാറുണ്ട്, എനിക്കറിയില്ല, അല്ലാഹു അലം. കാരണം ആ സലാല എന്നത് പഴയകാലത്തെ യമനാണ്. ഉവൈസുൽ ഖർണി യമനിയാണ്. ദുഫാർ എന്ന് പറയുന്നത് യമനിൻ്റെ ഭാഗമാണ് പഴയകാലത്ത്. ഒമാൻ വല്ലാത്ത ബറക്കത്തുള്ള നാടാട്ടോ ഒമാൻ. ഞാൻ ഇന്നലത്തെ ഒമാനിലെ പരിപാടിയെ കുറിച്ച് അറബികളൊക്കെ ഉണ്ടായിരുന്നു, ഒമാനികൾ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് സ്വഹീഹ് മുസ്ലിമിൽ ഒരു ഹദീത്തുണ്ട് ഒമാനികളെ കുറിച്ച്. عن أبي برزة الأسلمي رضي الله عنه قال قال رسول الله صلى الله عليه وسلم حينما بعث رسوله إلى حي من الأحياء لو أهل عمان أتيت ما سبوك وما ضربوك. حديث ഒമാനിലെ ഇമിഗ്രേഷൻ്റെ നേരെ ബാക്കിൽ, പുതിയ എയർപോർട്ടല്ലേ, ആ ഇമിഗ്രേഷൻ ഇങ്ങനെ ചെല്ലുമ്പോൾ നമ്മുടെ ബാക്കിലെ ചുമരിൽ ഈ ഹദീസ് 2 സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. ലൗ അബീ ബർസത്തുൽ അസ്ലമി, സ്വഹാബിൻ്റെ പേരൊന്നും റിവായത്തൊന്നും ഇല്ല, പക്ഷേ ലൗ അഹ്ല ഉമാനിൻ അതൈത മാ ദറബൂക മാ സബ്ബൂക വലാ ദറബൂക. നിങ്ങൾ ഒമാനിലേക്കാണ് പോയിരുന്നതെങ്കിൽ അവർ നിങ്ങളെ അടിക്കുകയോ ചീത്ത വിളിക്കുകയോ ചെയ്യുമായിരുന്നില്ല. അതാണ് ഹദീസിൻ്റെ അർത്ഥം. അതായത് നബി തങ്ങൾ ഒരു ഗോത്രത്തിലേക്ക് ഒരു സ്വഹാബിയെ ദഅവത്തിന് പറഞ്ഞയച്ചപ്പോൾ ആ സ്വഹാബിയെ ഗോത്രക്കാർ മുഴുവൻ പിടിച്ച് തല്ലി. അതറിഞ്ഞപ്പോൾ നബി തങ്ങൾ സങ്കടത്തോടെ പറഞ്ഞതാ, നിങ്ങൾ പോയിരുന്നത് ഒമാനിലേക്കാണെങ്കിൽ മാ ദറബൂക വലാ സബ്ബൂക മാ സബ്ബൂക മാ സബ്ബൂക വമാ ദറബൂക. നിങ്ങളെ അവർ ചീത്ത വിളിക്കുകയോ നിങ്ങൾ അടിക്കുകയോ ചെയ്യുമായിരുന്നില്ല എന്ന് പറയും. ഒമാനികൾക്ക് അഭിമാനിക്കാൻ ആ ഒരൊറ്റ ഹദീത്ത് മതി. സ്വഹീഹ് മുസ്ലിമിൽ വന്ന ഹദീത്താണിത്. സ്വഹീഹ് മുസ്ലിമിലെ ഹദീത്താണ്, വളരെ പ്രബലമായ ഹദീത്താണിത്. ഒമാനികൾ നല്ല സ്നേഹമുള്ള മനുഷ്യന്മാരാണ്. അവർ അടിക്കുകയോ ദേഷ്യപ്പെടുകയോ, ഇപ്പോഴും ഒമാനികൾ അങ്ങനെയാണല്ലോ. നമ്മൾ വേറെ പല ഗൾഫ് രാജ്യങ്ങളിലും പല ദുരിതങ്ങളും ആളുകൾ പറയുന്നത് കേൾക്കാം. പക്ഷെ ഒമാനികൾ അങ്ങനെ ബുദ്ധിമുട്ടാക്കുന്നത് അപൂർവം ഉണ്ടായിരിക്കാം. പക്ഷേ മൊത്തത്തിൽ ഒരു നല്ല സാധുക്കളാണ്, നല്ല മനുഷ്യന്മാരാണ്. ഒമാനിലാണ് മഹാനായ ഉവൈസുൽ ഖർണി ഉള്ളത് എന്നാണ് പറയപ്പെടാറുള്ളത്, സലാലയിൽ. ഏതായിരുന്നാലും റളിയല്ലാഹു അൻഹു ഹജ്ജിന് കാത്തിരുന്നത് ഉവൈസുൽ ഖർണിയെ കാണാനാണ്. റളിയല്ലാഹു അൻഹു ഹജ്ജിൽ സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹി തആല അലൈഹി, സുഫിയാൻ ഇബ്നു ഉയൈന, മുഹമ്മദ് ഇബ്നു വാസിഅ അൽ അസ്ദി റഹ്മത്തുള്ളാഹി തആല അലൈഹി, മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ, ഈ മഹാന്മാരൊക്കെ അറഫയിൽ ഒരുമിച്ചുകൂടി കൂട്ടക്കരച്ചിൽ നടത്തിയ അനുഭവങ്ങൾ ഹദീസുകളിൽ കാണാൻ കഴിയും, റിവായത്തുകളിൽ, അസറുകളിലുണ്ട്. അല്ലാഹുവിലേക്ക് താണുകേണ് പറഞ്ഞവർ പറയാണ്, റബ്ബേ അല്ലാഹുമ്മ, പടച്ചവനെ, നിഅമൽ ജംഉ ഹാദി ലൗലാ അന ഫീഹിം, പടച്ചവനെ ഇതെന്തോ ഒരു നല്ല സംഘമാണ് ഈ അറഫയിൽ നിൽക്കുന്നത്, ഞാൻ ആ കൂട്ടത്തിൽ ഇല്ലായിരുന്നെങ്കിൽ, ഈ കൂട്ടത്തിൽ ഇല്ലെങ്കിൽ ഇത് എത്ര നല്ല സംഘമാണ്. അള്ളാഹുവിൻ്റെ മുമ്പിലുള്ള തദല്ലുലാണത്. അള്ളാഹുവിൻ്റെ മുമ്പിൽ വിനയാന്വിതരാകുക. റബ്ബേ, ഞാനാകുമോ ഇവിടെ മോശക്കാരൻ? പടച്ചോൻ, ഇവരൊക്കെ എത്ര നല്ല മനുഷ്യന്മാരാണ്. അല്ലാഹുമ്മ ലാ തഹരിംഹും സുഅലഹും ബിദംബി, ഞാൻ ചെയ്ത തെറ്റുകൊണ്ട് പടച്ചവനെ ഇവരൊക്കെ ദുആഇരക്കുന്ന ദുആഇന് നീ ഉത്തരം കൊടുക്കാതിരിക്കരുതേ പടച്ചവനെ എന്ന് ദുആ ചെയ്യുന്ന മഹത്തുക്കള്. അള്ളാഹുവിനോട് മഗ്ഫിറത്തിൽ ചോദിക്കേണ്ട ദിനരാത്രങ്ങളാണ് മുഅ്മിനീങ്ങൾ. ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ നമ്മൾ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയത്, റബ്ബേ ഞങ്ങൾക്ക് മാപ്പാക്കി തരണേ എന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ കരഞ്ഞു ചോദിക്കേണ്ട സമയമാണിത്. ശുദ്ധമായ അറഫയുടെ നോമ്പ് നമുക്കെടുക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഹജ്ജിന്റെ സമയം 2 മഹാന്മാരായ പ്രവാചകന്മാർ ഇന്നും ജീവിച്ചിരിപ്പുള്ളവർ, അങ്ങനെയാണ് ഹദീസിൽ കാണുന്നത്. ആ ഹദീസിന്റെ ചില റിവായത്തുകളിൽ ചില ദുഅഫും നകാറത്തൊക്കെ വരുന്ന റിവായത്തുകൾ ഉണ്ടെങ്കിലും അതിൻ്റെ മഅന വളരെ ഖവിയാണ്, മഅന വളരെ സ്വഹീഹാണ്. 2 നബിമാർ ജീവിച്ചിരിപ്പുള്ളവരാണെന്നാണ് മഹാന്മാരായ സ്വഹാബികൾ തന്നെ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നത്, കഴിഞ്ഞ താബിഈയായ ഹസനുൽ ബസ്രി തങ്ങൾ പറയുന്നത്, ഇമാം മുജാഹിദ് എന്നിവരുടെ റിവായത്തൊക്കെ ഉണ്ട്. ഖദർ അലൈഹിസ്സലാമും ഇല്യാസ് അലൈഹിസ്സലാം 2 നബിമാർ ജീവിച്ചിരിപ്പുള്ളവരാണെന്ന്, മരിച്ചിട്ടില്ല. എവിടെയാ നമുക്കറിയില്ല. മൂസാ നബി കടലിൽ നിന്നാണ് കണ്ടത്, അത് ഖുർആനാ പറഞ്ഞത്. കടലിലെ കാര്യം പോയി താമസിക്കുമോ? ഫത്തഖദ സബീലഹു ഫിൽ ബഹരി അജബാ, കടലിൽ ഒരു ഗുഹ പോലെ അത്ഭുതം കണ്ടു. അവിടെ ചെന്നിട്ട് മൂസാ നബി അങ്ങോട്ട് നടന്നു ചെന്നു. അവിടെ നിന്ന് മജ്മഉൽ ബഹ്റൈൻ, ഇന്നത്തെ ഷർമു ഷെയ്ഖ് എന്ന് പറയുന്ന ഈജിപ്തിൻ്റെ ഭാഗമാണത്. അഖബ ഉൾക്കടലും സുയസ് ഉൾക്കടലും ഒരുമിച്ച് ചേരുന്ന മജ്മഉൽ ബഹ്റൈൻ, അവിടെയാണ് മഹാനവറുകൾ ഖിദർ നബിയെ, മൂസാ നബി അലൈഹിസ്സലാം കണ്ടത്. ഖിദർ അലൈഹിസ്സലാമും ഇല്യാസ് അലൈഹിസ്സലാമും ഓരോ വർഷത്തെയും ഹജ്ജിന് ഫിൽ മൗസിം, ഹജ്ജിന്റെ സീസണിൽ അവർ ഒരുമിച്ച് കൂടുമെന്നും അവർ ഹജ്ജ് ചെയ്യുമെന്നും
അവസാനം ഹജ്ജിന്ന് മോചിതരാവാൻ തലമുണ്ഠനം ചെയ്യുമ്പോൾ ഒരാൾ മറ്റൊരാൾക്ക് തലമുണ്ഠനം ചെയ്തു കൊടുക്കും. ഇല്യാസ് നബിയുടേത് ഖിദർ നബിയും, ഖിദർ നബിയുടേത് ഇല്യാസ് നബിയും തലമുണ്ഠനം ചെയ്യുമെന്നും അവസാനം രണ്ടുപേരും പിരിയുമ്പോൾ ഒരു ദിക്ർ ചൊല്ലിയിട്ടാണ് പിരിയാറുള്ളത്. ആ ദിക്റാണ് ഞാൻ തുടക്കത്തിൽ അവിടെ ഇങ്ങനെ തീപ്പൊരി കണ്ടപ്പോൾ ഞാൻ പറഞ്ഞത്. ആ ദിക്റിനെ സംബന്ധിച്ചാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അത് രാവിലെ വൈകുന്നേരവും 3 തവണ ചൊല്ലുമ്പോൾ അള്ളാഹു പിശാചിൽ നിന്ന്, വിഷമുള്ള ജീവികളിൽ നിന്ന്, തീപിടുത്തത്തിൽ നിന്ന്, മുങ്ങിമരിക്കുന്ന അസുഖങ്ങളിൽ നിന്ന് ഒക്കെ അള്ളാഹു, മുങ്ങിമരിക്കുന്ന അപകടങ്ങളിൽ നിന്ന് അള്ളാഹു കാക്കുമെന്ന് മഹാന്മാരായ സ്വഹാബിമാർ സംബന്ധിച്ച ഒരു ദുആയാണ്. ആ ദുആ ചൊല്ലിയിട്ടാണ് ഖിദർ നബിയും ഇല്യാസ് നബി അലൈഹിസ്സലാമും അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നത്. അതിങ്ങനെയാണ്: ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് ലാ യഖൂദുൽ ഖൈറ ഇല്ലല്ലാഹ് മാഷാ അല്ലാഹു ലാ യദ്ഫഉ ശർറ ഇല്ലല്ലാഹ് മാഷാ അല്ലാഹു മാ കാന മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ് മാഷാ അല്ലാഹു വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത് പറഞ്ഞുകൊണ്ട് അവർ അടുത്തൊരു വർഷത്തേക്ക് പിരിയുകയാണ്. ഖിദർ നബിയെ ജീവിതത്തിൽ കണ്ട ഒരുപാട് ആളുകൾ, മഹാന്മാർ കിതാബിലൊക്കെ കാണാറുണ്ട്, അനുഭവങ്ങൾ പറയുന്ന ആളുകളുണ്ട്. ദാലിക ഫദ്ലുല്ലാഹ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുക്കുന്നതിന്റെ തലേ ദിവസം, ഖിലാഫത്ത് ഏറ്റെടുക്കുന്നതിന്റെ തൊട്ട് തലേ ദിവസം, അദ്ദേഹം ചെറുപ്പക്കാരനായിരുന്നു, 34-ാമത്തെ വയസ്സിലാണ് വഫാത്താകുന്നത്. 2.5 കൊല്ലം ഭരണം നടത്തിയത്. മഹാന്റെ ഖിലാഫത്തിന്റെ തലേന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവരുടെ സഹയാത്രികനായ റയാഹ് ഇബ്നു ഉബൈദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാ, ഞാൻ പള്ളിയിലേക്ക് ഇങ്ങനെ പോകുമ്പോ രാജകുമാരനായ, അന്ന് അമീറാൻ രാജകുമാരനാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവര്, അവരുടെ കൈപിടിച്ച് ഒരു വൃദ്ധനായ മനുഷ്യൻ ഇങ്ങനെ വഴിയിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. ഫഅൻകർതുഹു അലൈഹി, എന്താ ഈ വയസ്സനായ മനുഷ്യൻ, ഈ പ്രായമുള്ള മനുഷ്യൻ എന്തിനായി രാജകുമാരന്റെ കൈ പിടിക്കണം? അയാൾക്ക് വേറെ എവിടെയും പള്ളി പോയി ഇരുന്നാൽ പോരെ? രാജകുമാരന്റെ കൈ പിടിക്കുമ്പോൾ പൈസ ചോദിക്കാനോ ദുന്യാവ് വാങ്ങിക്കാനോ ആയിരിക്കുമല്ലോ വന്നിട്ടുണ്ടാവുക. ഈ പ്രായമുള്ള മനുഷ്യൻ അതിനൊക്കെ പോകണോ എന്നൊക്കെ എൻ്റെ മനസ്സിലുണ്ടായി എന്ന് പറഞ്ഞു മഹാനായ റയാഹ് ഇബ്നു ഉബൈദ് റഹ്മത്തുള്ളാഹി അലൈഹി. ഒരു മനുഷ്യൻ കൈപിടിച്ചിങ്ങനെ നിന്നു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവരുടെ. നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ ഞാൻ ചോദിച്ചു, അല്ല അമീർ, ആരായിരുന്നു ആ വൃദ്ധൻ? അയാൾ എന്താ നിങ്ങളോട് ചോദിച്ചത് എന്ന് ചോദിച്ചു. റയാഹ്, അറഅയ്ത, നിങ്ങൾ അയാളെ കണ്ടോ? ആ, ഞാൻ കണ്ടു. അൻത മിനസ് സ്വാലിഹീൻ, നിങ്ങൾ കണ്ടല്ലേ? കണ്ടാൽ നിങ്ങളൊരു നല്ല മനുഷ്യനാണെന്നതിന്റെ അടയാളമാണ്. അതാരങ്ങൾക്കറിയോ? ഇല്ല. ദാക അഖി അൽ ഖദിർ അലൈഹിസ്സലാം, അത് ഖിദർ നബിയായിരുന്നു. എന്നോട് പറഞ്ഞു, അന്നി സഅലി അംറ ഹാദിഹിൽ ഉമ്മ ഫസഅഅദിലു ഫീഹാ, ഞാൻ ഈ ഉമ്മത്തിന്റെ ഖിലാഫത്ത് ഏറ്റെടുക്കുമെന്നും ആ ഖിലാഫത്തിൽ ഞാൻ നീതിപൂർവം ഭരണം നടത്തുമെന്നും എന്നോട് അദ്ദേഹം പറഞ്ഞു. പിറ്റേന്ന ഖിലാഫത്ത് നൽകപ്പെടുന്നത്. നമ്മുടെ നാട്ടിൽ ഇലക്ഷൻ പ്രഖ്യാപിക്കണ പോലെ നേരത്തെ അറിയൊന്നുമില്ല ഈ സംഗതി, അത് അപ്പോഴേ അറിയുള്ളൂ. ഈ സംഭവം നടക്കുമ്പോൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവർക്ക് ഖലീഫയാകുമെന്ന ഒരു ധാരണയുമില്ല. തൊട്ട് പിറ്റേന്നാണ് മഹാനവറുൽ ഖലീഫയാകുന്നത്. അത് തലേന്ന് ആര് പറഞ്ഞു കൊടുത്തു? മഹാനായ നബിയുല്ലാഹി ഖിദർ അലൈഹിസ്സലാം പറഞ്ഞു. നിങ്ങൾ കാണാതെയാവും, അങ്ങനെ ഉണ്ടാവുക. അപ്പോ മഹാൻ പറഞ്ഞു, ഖിദർ നബി നീ കണ്ടല്ലേ? കണ്ടാൽ നിങ്ങളൊരു മഹാനാണ്. അപ്പൊ മഹാന്മാർക്ക് ഇത് കാണാൻ പറ്റൂ എന്നതിന് അർത്ഥം. അങ്ങനെ സ്വാലിഹീങ്ങളുടെ ഒരു സുംറത്തിലേക്ക് എത്തുമ്പോൾ ഇങ്ങനത്തെ ചില അത്ഭുതങ്ങൾ ജീവിതത്തിൽ കാണാനുണ്ട്. ഇതൊക്കെ സംഭവ്യമാണ്. സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ചരിത്രം ശരിക്കും മനസ്സിലാക്കിയാൽ ഏത് ഖൗമുപ്പെട്ട മുസ്ലിമാണെങ്കിലും എന്ത് ചെയ്യർക്ക് മനസ്സിലാവുന്നത്. മുസ്ലിമീങ്ങൾ തന്നെ പല അഭിപ്രായക്കാരുണ്ടല്ലോ, ഇതൊക്കെ നടക്കോ ഇല്ലേ? അൽ കഹ്ഫിൽ എന്തിന് ഖിദർ നബിയുടെ ചരിത്രം അല്ലാഹു പറഞ്ഞു എന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും. എന്താണ് അവിടെ പറഞ്ഞ ചരിത്രമെന്ന് നോക്കണം. അതാണ് ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാം. അവർ മൗസുമുൽ ഹജ്ജിലുണ്ട്. ഹാജിമാരിൽ അള്ളാഹു തൗഫീഖ് ചെയ്യുന്നവർക്ക് അവരെ കാണാൻ അവസരം ഉണ്ടാകും. ഹജ്ജ് പുണ്യനിബിധങ്ങൾ നടന്നു വന്ന ഇടമാണ്, അമ്പിയാക്കന്മാർ നടന്നു വന്ന ഇടമാണത്, അള്ളാഹുവിന്റെ ഹറമാണത്. പുണ്യനബിയുണ്ട് മദീനയിൽ, ഹബീബിനെ കാണാതെ തിരിച്ചു പോരരുത്. മക്കയുടെ പുണ്യവും ഈ ചരിത്രങ്ങളും സംഭവങ്ങളുമൊക്കെ ഇതൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നത് നമ്മളെ പഠിപ്പിച്ചത് ആരാ? അഷ്റഫുൽ ഖൽഖാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നെ കാണാതെ പോകരുതേ എന്ന് നബി ഞങ്ങൾ പറയുമായിരുന്നു. നിങ്ങളുടെ സ്വലാത്ത് എനിക്ക് എത്തിച്ചു തരുന്ന മലക്കുകളുണ്ട്. അപ്പൊ ഹബീബിന്റെ മുമ്പിൽ ചെന്ന് ചെയ്യുന്ന സ്വലാത്തിന്റെ പുണ്യം എത്രയാണ്? അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്,
അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ ഹബീബല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ ഖൈറ ഖൽഖില്ലാ. അവിടേക്ക് എത്തുമ്പോൾ നല്ല തിരക്കാവും. പോലീസുകാർ വേഗം പോയിക്കോളി എന്ന് പറഞ്ഞു ആട്ടിവിടും. 1 സെക്കൻഡോ, അര സെക്കൻഡോ, 2 സെക്കൻഡോ, 3 സെക്കൻഡോ ഒക്കെ നമുക്കവിടെ കിട്ടുള്ളൂ. അത് മതി. അതൊരു ഭാഗ്യമാണ്, അതൊരു സൗഭാഗ്യമാണ്. ഹബീബിലേക്ക് തിരിഞ്ഞ് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന് ഒരു ഉമ്മത്തിക്ക് പറയാൻ അവസരമുണ്ടാകുന്നത് അള്ളാഹു ചെയ്യുന്ന വലിയൊരു സൗഭാഗ്യമാണ്. മനസ്സിൽ നിയ്യത്ത് വേണം, ഹബീബിന്റെ അരികത്തേക്ക് എത്തണമെന്ന് കൊതി വേണം, സ്നേഹം വേണം. ആ നബിയാണ് ഹജ്ജിന്റെയും ഉംറയുടെയും മസ്ജിദുൽ ഹറാമിന്റെയും പുണ്യം പഠിപ്പിച്ചു തന്നത്. മക്കയിൽ ഒരു നിസ്കാരത്തിന് 1,00,000 കൂലിയാണ്. മദീനയിൽ 1000 ഉള്ളൂ. ഞാൻ മദീനത്ത് പോണില്ലേ, നേരെ പിന്നെ ജിദ്ദെന്ന് നാട്ടിലേക്ക് പോവാ. എന്ത് ജാഹിലാണ് നിങ്ങൾ? ആ 1,00,000 ഉണ്ടെന്ന് ആര് പറഞ്ഞു? അത് ഈ മദീനയിൽ കിടക്കുന്ന ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബിനോട് പോയി സലാം പറയേണ്ടത് ഒരു നന്ദിയല്ലേ? നീ മക്കത്ത് വരെ വന്നില്ലേ, അതിനാരാ കാരണക്കാര്? അഷ്റഫുൽ ഖൽഖല്ലേ മക്കയെ പഠിപ്പിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിനെ കാണാതെ പോരരുത്. അള്ളാഹു നമുക്ക് ജീവിതത്തിൽ ഒരുപാട് തവണ ഹജ്ജും ഉംറയും ചെയ്യണം. മുഅ്മിനീങ്ങളെ ഈ വാഹനമൊക്കെ സർവീസ് നിർത്തുന്ന പോലെ ഇടയ്ക്ക് നമ്മുടെ ഈമാൻ ഒന്ന് സർവീസ് ചെയ്യണമെങ്കിൽ ഒന്ന് ഉംറ ചെയ്യണം, ഹജ്ജ് ചെയ്യണം, റൗളയിലെത്തണം, അവിടെ ചെന്നൊന്ന് കരയണം, നമ്മുടെ ഖൽബിനെ ഒന്ന് ക്ലീൻ ചെയ്യണം. ഇടക്കിടക്ക് താബിഉ ബൈനൽ ഹജ്ജ് വൽ ഉംറ, ഹജ്ജിന്റെയും ഉംറയുടെയും ഇടയിൽ നിങ്ങൾ തുടരെ ഹജ്ജും ഉംറയും ചെയ്യണം. യൻഫിൽ ഫഖറ, ദാരിദ്ര്യം നിങ്ങൾക്ക് ഇല്ലാതെയാക്കുമെന്ന് ഹബീബായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ജുമുഅത്തു ഇലൽ ജുമുഅ വറമളാനു ഇലാ റമളാൻ, ഒരു റമളാൻ മുതൽ അടുത്ത റമളാൻ വരെ. വൽ ഉംറത്തു ഇലൽ ഉംറ, ഒരു ഉംറ മുതൽ അടുത്ത ഉംറ വരെ. കഫാറത്തുൽ ലിമാ ബൈനഹുമാ ഇദാ ജുനിബത്തിൽ കബായിർ, വൻദോഷങ്ങൾ ചെയ്തില്ലെങ്കിൽ ചെറുദോഷങ്ങളൊക്കെ പൊറുപ്പിക്കപ്പെടുന്ന അമലുകളാണത്. അതുകൊണ്ട് ജീവിതത്തിന്റെ വലിയൊരു ആഗ്രഹം വിശുദ്ധ ഹറമിലെത്തണം. അള്ളാഹു ഇത്രമേൽ ബഹുമാനിച്ച ഒരു നാട്ടിലേക്ക് നമുക്കും ഹജ്ജിന് പോകണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. ഖൽബ് കൊണ്ടൊന്ന് ആഗ്രഹിക്കാൻ അള്ളാഹു അത് സാധ്യമാക്കി തരും. ഹജ്ജ് ഒരു സ്വപ്നമാണ്, നമ്മുടെ ഒരു ആഗ്രഹമാണ്, നമ്മുടെ ഒരു അഭിലാഷമാണ്. അള്ളാഹു നമ്മയൊക്കെ അവിടേക്ക് എത്താൻ തൗഫീക്ക് ചെയ്യട്ടെ. അവിടേക്ക് എത്തിയവർക്ക് ആ കർമ്മം പൂർണ്ണമായി നിർവഹിച്ച് തിരിച്ചു വരാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഹമ്മദ് ബിൻ സീരീൻ, മഹാനായ മുഹമ്മദ് ബിൻ സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹി, റഈസുൽ മുഅബ്ബിരീൻ, സ്വപ്ന വ്യാഖ്യാതാക്കളുടെ നേതാവ്, ഹറമിലിരിക്കുമ്പോൾ ഒരു മനുഷ്യനെ പരിചയപ്പെടുകയാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, മുഹമ്മദ് ബിൻ സീരീൻ തങ്ങളോട് അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നാണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരുപാട് ദൂരത്ത് നിന്ന് വരികയാണ്. മുഹമ്മദ് ബിൻ സീരീൻ തങ്ങൾ പറഞ്ഞു, ഒരുപാട് ദൂരം നിന്ന് വരികയെന്ന് പറഞ്ഞു. അപ്പോ എന്നാലും എവിടെ നിന്നാ സ്ഥലം പറഞ്ഞിരുന്നു പറഞ്ഞു. ഞാനൊരു മാസം എടുത്തിട്ടുണ്ട് ഇങ്ങോട്ട് എത്താൻ. അല്ലാ, നിങ്ങളൊക്കെ ഹറമിന്റെ അയൽവാസിയാണല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചാലോട് നിങ്ങൾ എവിടെ നിന്നാ വരുന്നതെന്ന് ചോദിച്ചു. ഞാൻ 5 കൊല്ലമായി പുറപ്പെട്ടിട്ട് ഇപ്പൊ എത്തിയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. മുഹമ്മദ് ബിൻ സീരീൻ എന്ന ഇറാഖ് എന്നാ വന്നത്. ഈ ചോദിച്ചാൽ വന്നത് മാവറ അന്നഹർ, റഷ്യയുടെ അങ്ങേയറ്റത്ത് നിന്ന്. മാവറ അന്നഹർ എന്ന് പറഞ്ഞാൽ റഷ്യയുടെ ഭാഗമാണ്. തജിക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ ആ ഭാഗങ്ങളാണ് മാവറ അന്നഹർ. ജയ്ഹൂൻ, സൈഹൂൻ നദികളുടെ അപ്പുറത്തുള്ള നാടുകൾ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പൊ അന്നൊക്കെ അങ്ങനെ ഹജ്ജിന് പുറപ്പെട്ടാൽ പൈസ ഉണ്ടാവില്ല, അപ്പൊ അവിടെ നിൽക്കും. 5 കൊല്ലം തുടർന്ന് നടന്നു വന്നു എന്നല്ല അതിനർത്ഥം. അവർ വരും, പൈസ തീരും, അപ്പൊ ആ നാട്ടിലെ കുറച്ച് കൂലിപ്പണി എടുക്കും, കുറച്ച് പൈസ ഉണ്ടാക്കും, അടുത്ത നാട് വരെ യാത്ര ചെയ്യും, അവിടുന്ന് കുറച്ച് ജോലി ചെയ്യും, എന്നിട്ട് നീങ്ങും. അങ്ങനെ 5 വർഷം എടുത്ത് ഹജ്ജിന് വന്ന ആളുകൾ. സുബ്ഹാനല്ലാഹ്. ഹജ്ജിന് നടന്നു പോകുക എന്ന് പറഞ്ഞത് മഹാന്മാർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഹജ്ജ് നടന്നുപോയ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. നമ്മളെ ചോറ്റൂർ ഷിയാബ് മാത്രമല്ല, അദ്ദേഹം അത് ചെയ്തത് വലിയൊരു ത്യാഗമാണ്. ഹറമിലെത്തി, മദീനയിലെത്തിയപ്പോൾ എനിക്ക് വിളിച്ചിരുന്നു. എൻ്റെ സുഹൃത്തുണ്ട് തലാൽ എന്ന് പറഞ്ഞൊരു അറബിയുണ്ട്, മദീനക്കാരനായ എൻ്റെ സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടായിരുന്നു. വിളിച്ച് സംസാരിച്ചു. മക്കയിലേക്ക് പോകുമ്പോഴും വിളിച്ചു. ഇപ്പം പറഞ്ഞു, വളരെ ഹലാലായ പൈസ കൊണ്ടാണ് കേട്ടോ ഞാൻ എൻ്റെ ഹജ്ജ് ചെയ്യുന്നത്, യൂട്യൂബിൻ്റെ പൈസ ഒന്നും ഞാൻ ഇതിനെടുത്തിട്ടില്ല, ഞാൻ വളരെ ഹലാലായ പൈസ കൊണ്ട് മാത്രമാണ് ഇത് ചെയ്തത്. പിന്നെ നമ്മളെല്ലാ ആൾക്കാരോട് വിളിച്ചു പറയണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം ഒരുപാട് ത്യാഗം ചെയ്തിട്ടാണ് എത്തിയത്. അതിന് കുഴപ്പമൊന്നുമില്ല. വാഹനമുണ്ടായിരിക്കെ വാഹനത്തെ ബാക്കിൽ നിർത്തിയിട്ട് യാത്ര ചെയ്തു വന്ന സ്വഹാബിമാരുണ്ട്. നടന്നു വന്ന് ഹജ്ജ് ചെയ്ത സ്വഹാബിമാരുണ്ട്, താബിഈങ്ങളുണ്ട്. 40 ഹജ്ജ് ചെയ്ത ഒരു മഹാനുണ്ട്, സഈദ് ബിൻ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹി. നടന്നിട്ടാണ് വന്നത് മദീനയിൽ നിന്ന്. വാഹനം ഉണ്ടായിരുന്നു, ബാക്കിൽ ലഗേജൊക്കെ ആയിട്ട് ആളുകൾ വരും, വാഹനം മുമ്പ് നടന്നിട്ടാണ് പോകുന്നത്. അതിനൊന്നും കുഴപ്പമില്ല.
അത് നീർച്ചയാക്കി നമ്മൾ അടങ്ങേറാവണം. ഒരു മനുഷ്യനങ്ങനെ താല്പര്യവും റാഹത്തും തോന്നുന്നുണ്ട്, ഹിമ്മത്തുണ്ട്, മനക്കരുത്തുണ്ട്. അൽഹംദുലില്ലാ. നമ്മുടെ ചെറുപ്പക്കാർ ബൈക്ക് എടുത്ത് കാശ്മീരിക്കൊക്കെ പോകുന്നുണ്ട്, ഇവിടുന്ന് ബുള്ളറ്റ് എടുത്തിട്ട് അല്ലേ, മല കയറാൻ പോകുന്നില്ല. എന്തൊക്കെ ത്യാഗം ചെയ്യുന്നു. അള്ളാഹുവിന് വേണ്ടി ത്യാഗം ചെയ്താൽ നല്ലതല്ലേ, ഖൈറല്ലേ. അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് എത്തിച്ചേരുമ്പോഴുണ്ടാകുന്ന ആ ഒരു സായുജ്യം, വിശുദ്ധ കഅബാലയം കാണുമ്പോൾ കണ്ണ് നിറയുന്നത്, ഹജറുൽ അസ്വദിനെ ഒന്ന് കാണാനോ ദൂരെ നിന്നെങ്കിലും ഒന്ന് തൊട്ടുമുത്താനോ കഴിയുന്നത്, സംസം മനസ്സ് അറിഞ്ഞ് ശരീരം മുഴുവൻ നിറഞ്ഞു കുടിക്കുന്നത്. നബി തങ്ങൾ പറഞ്ഞു, മുനാഫിഖീങ്ങൾ കുറച്ചേ സംസം കുടിക്കൂ, മുഅ്മിനീങ്ങൾ സംസം വയറ് നിറയെ കുടിക്കുന്നവരാണ്. മക്കത്ത് നിന്നിട്ടോ, നാട്ടിൽ ആകെ ഒരു കുപ്പിയേറ്റ് വന്നിട്ട് ഒരാൾ തന്നെ മുഴുവൻ കുടിക്കരുതേ, അവിടെ ഇഷ്ടം പോലെ കിട്ടും. അപ്പം എന്ത് ചെയ്യുക, കുടിച്ചോളൂ, വയറ് നിറയെ കുടിക്കണം. നാട്ടിൽ കുറച്ച് ബർക്കത്തിന് കുറച്ചേ കൊണ്ടുവരാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ ഹദീസും പറഞ്ഞിട്ട് മുഴുവൻ കുടിച്ച് തീർത്തേക്കണ്ട, മുഴുവനായി ശരീരം നിറയുന്നവരെ സംസം കുടിക്കണം എന്നാണ്. ഹറമിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മഹ്ശറ മാത്രം ഓർമ്മ വരുന്നൊരു നേരമാണത്. ആകാശത്തേക്ക് നോക്കിയാൽ അള്ളാഹുവിൻ്റെ അനന്തമായ ലോകം, താഴേക്ക് നോക്കിയാൽ പുണ്യനബി നടന്നുപോയ സ്ഥലം, ഒന്ന് കണ്ണുയർത്തി നോക്കിയാൽ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെയും അംബിയാഇൻ്റെയും ചരിത്രങ്ങൾ. ഇത്രയും വിശുദ്ധിയുള്ള ഒരു നാട്ടിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ. അള്ളാഹു നമുക്ക് അവിടെ എത്താൻ തൗഫീഖ് ചെയ്യട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ സയ്യിദിനാ മുഹമ്മദ്. സമയം ഞാൻ നിങ്ങളോട് പറഞ്ഞ സമയം 12 മണിയാണ്. നമ്മൾ ദുആയിരന്ന് പിരിയാണ്. ദുആ വസിയത്തുകളുണ്ട്. നാളെയും ഇവിടെ പരിപാടിയുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആരും മറക്കരുത്, നാളത്തെ പരിപാടിയും വളരെ ഭംഗിയായി വിജയിപ്പിക്കണം. ഇത്രയും ആളുകൾ നമുക്ക് മാഷാ അല്ലാഹ് നമ്മുടെ കുട്ടികളെ സ്പോൺസർ ചെയ്ത് ആളുകൾ, പുളിക്കൽ ജബ്ബാർ പിതാവിൻ്റെ പേരിൽ 3 വർഷത്തേക്ക് ഒരു കുട്ടിയെ സ്പോൺസർ ചെയ്തിരിക്കുകയാണ്. മാഷാ അല്ലാഹ്. ഇനിയും ഇൻഷാ അല്ലാഹ് ആളുകൾ ഇനിയും വേണം. അമ്മേങ്ങര അബ്ദുള്ള കുട്ടി എന്നവർ 1 വർഷത്തേക്ക് മാതാപിതാക്കളുടെ പേരിൽ, കീഴേടത്തിൽ ഷാഫി ഹാജി 1 വർഷത്തേക്ക് മാതാപിതാക്കളുടെ പേരിൽ ദുആ ചെയ്യാനാണ് ചെയ്തിട്ടുള്ളത്. കീഴേപ്പോട് അൻവർ 1 വർഷത്തേക്ക് മാതാപിതാക്കളുടെ പേരിൽ. മാഷാ അല്ലാഹ്. ഇങ്ങനെ മാതാപിതാക്കളെ ഓർക്കുന്ന മക്കള്, ഇവർക്ക് അവരുടെ മക്കളെ ഓർത്തുകൊണ്ട് അവർക്ക് ദുആ ചെയ്യും ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഇതൊക്കെ ബിർറുൽ വാലിദൈനായി അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ. ഒരനുഭാവി പിതാവിൻ്റെ പേരിൽ 1 വർഷത്തേക്ക് KP മറിയാമു ഹജ്ജുമ്മ മാഷാ അല്ലാഹ് ഒരു മഹദി 1 വർഷത്തേക്ക് ഏറ്റെടുത്തിട്ടുണ്ട്, മരണപ്പെട്ട ഭർത്താവിൻ്റെ പേരിൽ. കീടത്തിൽ അബ്ദുർ റസാഖ് ഹാജി 1 വർഷം മാതാപിതാക്കളുടെ പേരിൽ. കീടത്തിൽ കുഞ്ഞാവ ഹാജി 1 വർഷത്തേക്ക് മാതാപിതാക്കളുടെ പേരിലും ഭാര്യയുടെ പേരിലും ദുആ ചെയ്യാൻ വേണ്ടി. പൂന്തല യാഹുട്ടി ഹാജി 1 വർഷത്തേക്ക്. ഒരനുഭാവി 1 വർഷത്തേക്ക് പിതാവിൻ്റെ പേരിൽ ദുആ ചെയ്യാൻ. മറ്റൊരു അനുഭാവി 1 വർഷത്തേക്ക് മാതാപിതാക്കളുടെ പേരിൽ ദുആ ചെയ്യാൻ. കിഴക്കം കുന്നത്ത് അസ്കർ എന്നവർ 1 വർഷത്തേക്ക് പിതാവിൻ്റെ പേരിൽ ദുആ ചെയ്യാൻ. മേനോട്ടിൽ ഹുസൈൻ എന്നവർ മാതാപിതാക്കളുടെ പേരിൽ ദുആ ചെയ്യാൻ. 6 മാസത്തേക്ക് കീഴേപ്പാട്ട് സിദ്ദീഖ് ഹാജി 1 വർഷത്തേക്ക് സുഖമില്ലാതെ കിടക്കുന്ന മാതാവിൻ്റെ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ. അല്ലാഹു അമഹദിക്ക് ശിഫ കൊടുക്കട്ടെ. ഒട്ടനവധി രോഗികൾ ദുആ ചെയ്യാൻ. വസീയത്തുൽ സഹോദരി ക്യാൻസർ ആണെന്ന് പറഞ്ഞു. അല്ലാഹുവേ, ഈ സദസ്സിൻ്റെ ബറക്കത്ത് കൊണ്ട് സഹോദരിക്ക് നീ ശിഫ കൊടുക്കണേ തമ്പുരാനെ, നീ ശിഫ കൊടുക്കണേ റബ്ബേ. നമ്മൾ എന്തൊക്കെ രോഗികളുണ്ടോ ഈ സദസ്സിന് ദുആയിരക്കാൻ, ദുആക്ക് ഉത്തരമുണ്ട് എന്ന് അല്ലാഹു നമുക്ക് കണ്ണുകൊണ്ട് കാണിച്ചു തരും. അല്ലാഹു ശിഫ തരുമെന്ന ഉറച്ച വിശ്വാസത്തിൽ ഡോക്ടർമാർ എന്തൊക്കെ പറഞ്ഞ് തിരിച്ചയച്ചാലും ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന എത്ര രോഗികളുണ്ട് പ്രാർത്ഥനയുടെ ഫലമായി എന്ന അത്ഭുതമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രോഗികൾക്കൊക്കെ ശിഫ നൽകട്ടെ. മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് ചെയ്യട്ടെ. വിഷമങ്ങളും ദുരിതങ്ങളും കടബാധ്യതകളും, കച്ചവടത്തിൽ നഷ്ടം വന്നത്, ജോലി നഷ്ടപ്പെട്ടത്, പൈസ നഷ്ടപ്പെട്ടു പോയത്, രോഗം, ശരീരത്തിൽ രോഗങ്ങൾ വന്ന് ആരോഗ്യം നഷ്ടപ്പെട്ടു പോയത്, മക്കളില്ലാതെ വിഷമിക്കുന്നവർ, ഇങ്ങനെ ഒരുപാട് ആളുകൾ ദുആ വസിയത്തുണ്ട്. അള്ളാഹുവിൻ്റെ മുമ്പിൽ നമുക്ക് ദുആ ചെയ്യാൻ. നിങ്ങൾ ഇരുന്നു കൊണ്ട് 3 സ്വലാത്ത് ചൊല്ലിൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. ഇനി ദുആ കഴിഞ്ഞാലും സ്വലാത്ത് ചൊല്ലണം. 2 സ്വലാത്തുകൾക്കിടയിലുള്ള ദുആ, തുടക്കത്തിലും സ്വലാത്ത്, അവസാനത്തിലും സ്വലാത്ത്. പിന്നെ അല്ലാഹുക്ക് ഹംദ് ചൊല്ലി ദുആ തുടങ്ങുക. ആ ദുആക്ക് ഉത്തരം ഉണ്ടാവുന്ന. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
حمدا كثيرا طيبا مباركا جزيلا جميلا دائما بدوام ملك الله. اللهم لك الحمد كما ينبغي لجلال وجهك وعظيم قدرك يا الله. اللهم لك الحمد